പൊതുവെ നല്ല അഭിപ്രായമാണ്. ജയ് ഗണേശൻ എന്നല്ല, ജയ് ജയ് ഗണേശൻ എന്നാണ് പുതിയ പ്രേക്ഷകർ പറയുന്നത്. എന്തായിരുന്നു മാഡത്തിൻ്റെ ഫീൽ? ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ തന്നെ എനിക്ക് സ്ക്രീനിൽ കാണും. ഒരുപാട് സന്തോഷം. നല്ല സിനിമയായിരിക്കുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞു. വളരെ ഗംഭീര സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നൊരു സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ. ഒരു ഞാൻ ചെയ്ത് വെച്ച ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ മൂവിയാണ്. താങ്ക് യു സർ. എൻ്റെ അടുത്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോൾ തന്നെ വെരി ഇംപ്രസ്ഡ്. ഞാൻ ഫൈനൽ ഔട്ട് ഇന്നാണ്. നിങ്ങളിപ്പം ഫുൾ ഫൈനൽ ഞാൻ കാണുന്ന ഇവരാണ്. ഇറ്റ്സ് ഫെൻറ്റാസ്റ്റിക്. ഐ മീൻ ഞാൻ വെരി ഇംപ്രസ്ഡ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയുക? ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പോഴാണ് സിനിമ മൊത്തമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ബിറ്റ്സ് ആൻഡ് പീസസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇറ്റ്സ് വെരി ഗ്രിപ്പിംഗ്. പേഴ്സണൽ ഒപ്പീനിയനാണ് എൻ്റെ. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് പറയുന്നില്ല. ഐ തറലി എൻജോയ്ഡ് ഇറ്റ്. ഇനി ബാക്കി പ്രേക്ഷകർ പറയട്ടെ സിനിമ കണ്ടിട്ട്. ബന്ധനിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാർ ഇതിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതിൽ നിന്നൊരു റിലാക്സേഷൻ എന്തായിരുന്നു സാറിൻ്റെ ഫീലിംഗ് ഒക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിച്ചു? ഇല്ല, ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചത് ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് നിൽക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് വരാൻ കാലങ്ങളിൽ. എനിക്ക് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇന്റർവെല്ലിന് ശേഷം സാറിൻ്റെ ആ ഡോർ തുറക്കുവാനുള്ള ആ ഒരു ഇമോഷണൽ നല്ല അല്ല, അത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. തീർച്ചയായും ഇതേപോലൊരു കഥാപാത്രത്തിന്റെ നായികയായിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഞാനത് പല ഇന്റർവ്യൂസിലും പറഞ്ഞ കാര്യം തന്നെയാണ്. കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിലുപരി ഇതുപോലൊരു സബ്ജക്റ്റിന്റെ ഭാഗമാവണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ദാറ്റ്സ് ദ റീസൺ വൈ ഐ കൺവിൻസ്ഡ് ഓഡിഷൻ കൊടുത്ത് എനിക്കിത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം സിനിമ ഇത്രയും നന്നായി വന്നതിലും ഐ ഫീൽ വെരി ഹാപ്പി. സെൻസിറ്റീവ് ആയിട്ടുള്ള അവരുടെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്നുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവരുടെ ഡെയിലി ലൈഫ് ചാലഞ്ചസ് ആർ സോ റിയൽ. നമ്മൾ എങ്ങനെയൊക്കെ അവർ ഓക്കെയാണ് സൂപ്പർ ഹീറോസ് ആണെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദെയർ ഓൺ ഡെയിലി ചാലഞ്ചസ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ ബേസിക്കലി ഏതൊരു വ്യക്തിയുടെയും കാര്യം. അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം നടക്കുന്നതറിയില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആ എലമെൻറ്റ്സ് സാർ രഞ്ജിത് ശങ്കർ സാർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഐ തിങ്ക് എല്ലാവരുടെയും എത്ര ചെറിയ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ മഹിമയുടെ അമ്മയുടെ റോളായിരുന്നു ചെയ്തിരുന്നത്. അതിനൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേക്കാണ് രഞ്ജിത് ശങ്കർ സാറ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ റോൾസ് ഈ ചെറിയ എല്ലാവരും എത്ര വേഷം വേണമെങ്കിലും ഇതിനകത്ത് നോക്കിക്കോളൂ. എവ്രി വൺ ഹസ് ഡൺ വെരി വെൽ. സാധാരണമായിട്ടുള്ളൊരു കഥാപാത്രവും ഒരു ഹീറോയിൻ്റെ ഹീറോയിസം ഒക്കെ അല്ലാതെ എന്താ പറയുക, വളരെ മീനിങ് ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ നന്നായിട്ട് കൊണ്ടുവരാനും പറ്റി. ഓരോരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന രീതികളും ഒക്കെ ഒന്നും നമുക്ക് ത്രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റി. പെരേര ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ പെരേര ഈ കഥാപാത്രവുമായിട്ട് അല്ലെങ്കിൽ കഥാപാത്രത്തിലുള്ള ചില വ്യക്തികളുടെ ഡ്രസ്സുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് പെരേര ഈ സിനിമ കണ്ടപ്പോൾ പെരേരയ്ക്ക് ഉണ്ടായ ഫീലിംഗ്? സാധാരണ ലുക്കല്ല മാറ്റിപ്പിടിക്കണമല്ലോ. എന്താ ഫീലിംഗ്? കഥ, ഇതിൻ്റെ തിരക്കഥ, ഡയറക്ഷൻ അതേപോലെ തന്നെ ഡയറക്ഷൻ നമ്മുടെ രഞ്ജിത് ശങ്കർ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിമൂന്നൻ്റെ ഒരു കരിയർ പറ്റ സിനിമയെന്ന് തന്നെ പറയാതെ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല. ജീവൻ മരണമായിട്ടുള്ള ഒരു റിയൽ ലൈഫ് കണ്ട പോലെയാണ് തോന്നുന്നത്. നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന കാര്യം പോലെയാണ് സിനിമയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ലാഗ് ഒട്ടും തന്നെ ഇല്ല, ബോറടിപ്പിക്കുന്നില്ല. ഒരു 2-3 വർഷം എനിക്ക് കാണേണ്ട സിനിമയാണ്. പടം നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി അല്ല, സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയൊരു മൂവി അല്ല, ബട്ട് ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോനെ ജനറേറ്റ് ചെയ്ത നമ്മൾ പാസഞ്ചർ മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പാസഞ്ചർ മൂവിയുടെ അതേ സ്പീഡും അതേ പേസും ഉണ്ട്. നമ്മൾ സീറ്റിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഇരുന്നു പോകും. ഇമോഷനും ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഒരു ചേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലപോലെ ഈ മൂവി മേക്ക് ചെയ്തിട്ടുണ്ട്.